ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഇന്നത്തെ കാലത്ത് ഒരുപാട് രോഗങ്ങളിപ്പോൾ മാറി വരുന്ന ഈ ഒരു കാലാവസ്ഥ കൊണ്ട് പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലധികം കൂടുതലായിട്ട് ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് പറ്റിയൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ ഒരു പപ്പായ ഇലയാണ്. പപ്പായ ഇല ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് ആവുന്നത് ഒരു നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഒരു വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരാണ്ട് നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ പറ്റും. രോഗം വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി പപ്പായയിലേക്ക് ഇതുപോലെ നിങ്ങൾ പറ്റുന്ന പോലെ ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ വെറും വയറ്റിൽ രാവിലെ ഒന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കുക കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു പപ്പായയിലേക്ക്. ക്യാൻസർ രോഗത്തെ തടയാനും അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വയറുവേദന നമുക്ക് ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയൊക്കെ വരുന്ന ആ ഒരു ഡെങ്കിപ്പനി വരുന്ന സമയത്ത് നമുക്ക് രക്തത്തിലെ ആ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പപ്പായയുടെ ഇല ഒരുപാട് സഹായകമാണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തെ തടയാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു പപ്പായയുടെ ഇല ഇതുപോലെ നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചോ അല്ലെങ്കിൽ അരച്ച് ജ്യൂസായിട്ട് കുടിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇനി തൊട്ട് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ പപ്പായ ഇല വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള ഗ്ലാസ്സൊക്കെ നമ്മൾ ചിലപ്പം ഓർമ്മയില്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ചിലപ്പം വല്ലാണ്ട് അത് ഇറുകി പിടിച്ച് കളയും. നമുക്കത് വേർപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളിത് ഇതുപോലെ ഒന്ന് മെല്ലെ തറയിലിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ഗ്ലാസ്സൊക്കെ ഇതുപോലെ അങ്ങ് തിരിഞ്ഞു വരും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, വളരെ ഈസി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന ഗ്ലാസ്സൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വേർപ്പെടുത്തി എടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വളരെ പ്രയോജനകരമായ നല്ലൊരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെ അരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു സോക്കാവുന്ന ആ ഒരു വെള്ളം, നമ്മൾ അരി കുതിർന്ന ആ ഒരു വെള്ളം ഇതിന് മേലെ നിങ്ങൾ കളയരുത് കേട്ടോ. ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമുക്ക്. ആ ഒരു അരി കഴുകി നമ്മൾ ആ ഒരു അരി കുതിരാൻ വെക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അരി കഴുകുന്ന ആ ഒരു വെള്ളം ഇനി ആരും കളയരുത്. അത് ഇതുപോലെ നിങ്ങൾ എടുത്തു വെച്ച് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമുക്ക് ഈ ഒരു അരി കഴുകിയ വെള്ളം കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് അരി ഒന്ന് കുതിരാൻ വെച്ചിട്ടാണെങ്കിൽ കൂടെ ആ ഒരു വെള്ളം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ മുഖത്ത് ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് പിമ്പിൾസ്. അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു അരി കഴുകിയ വെള്ളം അത്രയ്ക്ക് പ്രയോജനകരമാണ്. നമ്മളിവിടെ ഈ റൈസ് വാട്ടർ ഉപയോഗിക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ആ ഒരു റൈസ് വാട്ടർ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് പ്രയോജനങ്ങളുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഇവിടെ ഉപയോഗിച്ച് ബാക്കി ഞാൻ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കും. അപ്പോൾ ഈ റൈസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലേക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ റൈസ് വാട്ടർ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ഷാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുട്ടികളുടെ തലയിലൊക്കെ ഷാമ്പൂ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഷാമ്പൂ അപ്ലൈ ചെയ്യുന്നത് കുട്ടികളുടെ മുടിയുടെ ഗ്രോത്തിന് അത്രയ്ക്ക് നല്ലതല്ല. കുട്ടികളുടെ മുടി കൊഴിയാനും മുടി നരയ്ക്കാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മുടിയുടെ ഗ്രോത്ത് തീരെ തന്നെ ഇല്ലാണ്ടാവും. കട്ടിയില്ലാതെ ആയിരിക്കും മുടിയൊക്കെ വളരുന്നത്. ഇതുപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് ഷാമ്പൂ യൂസ് ചെയ്യുന്നത് കാരണം അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, പെയിനൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു റൈസ് വാട്ടറിൽ ഷാമ്പൂ മിക്സ് ചെയ്ത് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് നിങ്ങൾ ഇതുപോലെ കുട്ടികളുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ തലയിൽ നിന്ന് നീങ്ങി കിട്ടും. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ള പിള്ളേർക്ക് നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ റൈസ് വാട്ടറിൽ അത്രയ്ക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെ മുടി വളരാനും തഴച്ച് വളരാനും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഇനി സോപ്പാണെങ്കിലും ഷാമ്പൂ ആണെങ്കിലും ഇതുപോലെ നിങ്ങൾ ഡയറക്റ്റായിട്ട് തലയിലേക്ക് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ റൈസ് വാട്ടർ നിങ്ങൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. നല്ലൊരു ചേഞ്ചസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള സോഫ, ബെഡ് കാര്യങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് അതൊരു നനഞ്ഞ ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ
ഒരുപാട് ബാഡ് സ്മെല്ലൊക്കെ അതിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള ടാൽക്കം പൗഡേഴ്സ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈറനായിട്ടുള്ള ബെഡും കാര്യങ്ങളും നനവ് ഉള്ള ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ടാൽക്കം പൗഡർ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. ആ ഒരു നനവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബെഡിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഷോഫയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഇതുപോലെ മഴക്കാലത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി ടാൽക്കം പൗഡറൊക്കെ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ആ ഒരു ബാഡ് സ്മെല്ലൊന്നും നമ്മുടെ ഷോഫയിൽ നിന്നോ അല്ലെങ്കിൽ ബെഡിൽ നിന്നോ ഒന്നും വരില്ല കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള പൂട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ താക്കോലും പൂട്ടൊക്കെ ചിലപ്പോൾ ആ ഒരു ചില സമയത്ത് ഈ താക്കോല് ചിലപ്പോൾ തുരുപ്പിടിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആ ഒരു പൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഉള്ളിലേക്ക് കയറാണ്ടൊക്കെ പോകും. ചിലപ്പോൾ നനഞ്ഞിട്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ദിവസം കൊണ്ട് നമ്മളത് ഉപയോഗിക്കാണ്ട് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒരു ക്യാൻഡിൽ എടുത്തതിന് ശേഷം ആ ഒരു താക്കോലിൻ്റെ ഇതുപോലെ നിങ്ങൾ ആ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നിങ്ങൾ മെഴുകുതിരി ഇതുപോലെ ആ ഒരു താക്കോൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പൂട്ടിൽ ഇപ്പോൾ നമ്മൾ പൂട്ടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മൾ പുതിയത് വാങ്ങിയ നമ്മളെങ്ങനെ യൂസ് ചെയ്യുമോ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പൂട്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുരുപ്പിടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫൈനായിട്ട് ആ ഒരു താക്കോല് പൂട്ടിനകത്ത് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്യാൻഡിൽ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പിന്നീട് നമുക്ക് പൂട്ട് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ, പൂട്ടും താക്കോലൊക്കെ. അപ്പോൾ ഇനി ഇതുപോലുള്ള പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, നമ്മളിതുപോലെ കുറേ കൂടുതലായിട്ട് മല്ലി അതുപോലെ തന്നെ മുളകൊക്കെ പൊടിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടൊക്കെ കയറി കൂടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ, ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടൊക്കെ കയറി കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് എങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മല്ലിയും മുളക് പൊടിയൊക്കെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളത് ഇതുപോലെ നിങ്ങൾ അരച്ച് വെച്ച ആ ഒരു മല്ലി പൗഡറിലേക്ക് മുളക് പൊടിയിലേക്ക് ഇതുപോലെ പട്ടയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രാമ്പൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും വണ്ട് കയറില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പ്രൊവിഷൻ ഒക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് കുറേ കൂടുതലായിട്ട് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ നിങ്ങൾ ഗ്രാമ്പ് ഇട്ട് വെച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വണ്ടൊന്നും കയറി കൂടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ മലയാളികൾക്ക് തേങ്ങയില്ലാത്തൊരു വിഭവമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാട് തേങ്ങയൊക്കെ ഇതുപോലെ വാങ്ങി നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തേങ്ങ ഇതുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു തേങ്ങയുടെ മേൽഭാഗം ഇങ്ങനെ ഞാനിപ്പോൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ വേണം നിങ്ങൾ തേങ്ങ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കൊണ്ട് ഇതുപോലെ കിടത്തിയോ അല്ലെങ്കിൽ വേറെ പോലെയൊക്കെ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ തേങ്ങ കേടായി പോകും. അതില്ലാണ്ട് കൊണ്ട് നിങ്ങൾ എപ്പോഴും തേങ്ങ ഇതുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ദിവസമാണെങ്കിലും നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് തേങ്ങ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനിയാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വേഗത്തിലൊന്ന് ശർക്കര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. വെള്ളം പോലെ റെഡിയാക്കിയാൽ മതിയാകും കേട്ടോ. നമ്മൾ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ഒന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതൊരു കപ്പിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സഹായകമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ബേക്കിംഗ് സോഡ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ബാത്റൂമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ക്ലോസറ്റൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ കലർന്ന സൊല്യൂഷൻസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഈ ഒരു മാലിന്യങ്ങൾ വിഘടിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ബാക്ടീരിയസൊക്കെ നശിച്ചു പോകാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് ക്ലോസറ്റിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്ന ആ ഒരു ടാങ്കൊക്കെ പെട്ടെന്ന് നിറയാതെ
കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ബാക്ടീരിയാസൊക്കെ കൂടുതൽ ഉണ്ടാവാനും നമ്മൾ ഇതുപോലെ ശർക്കര പാനി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സഹായകമാണ്. അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ക്ലോസറ്റിലും അതുപോലെ തന്നെ ഷിങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമ്മുടെ സെപ്റ്റി ടാങ്കും അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുന്ന ടാങ്കൊക്കെ നമുക്ക് നിറയാണ്ട് കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്നും മറക്കാണ്ട് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.